ഇന്നലെ കോസ്കോയിൽ പോയപ്പോൾ കിട്ടിയതാണ് നല്ല ഫ്രഷ് ആവോലി. എന്നാൽ പിന്നെ ഇത് വെച്ച് നമുക്കൊരു പുങ്ങല റൊട്ടി ഉണ്ടാക്കിയാലോ. തലശ്ശേരിക്കാരെ പുങ്ങല റൊട്ടി നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയിൽ മനസ്സിലാക്കാം മീൻ വെച്ച പത്തിരി. അപ്പോൾ ഈ സിയാഷിൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസ് റെസിപ്പി ഷെയർ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അവലിനെ ഞാൻ നല്ല മൊഞ്ചാക്കി ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ മീൻ പൊരിക്കുന്ന പോലെ മുളകും മഞ്ഞളും ഉപ്പിട്ടിട്ട് പെരക്കിയിട്ടാണ് മാറ്റി വെക്കുക. ഇവിടെ ഞാൻ അരി നേരത്തെ പുതിർത്തിയൊന്നും വെക്കുന്നില്ല, എല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. ഈ ആവൂലി തന്നെ വേണമെന്നില്ല, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അയക്കൂറ് എടുക്കുക, കൂന്തലെടുക്കുക, കൊഞ്ചിനെടുക്കുക, അതുപോലെ ഇതുപോലെ ഉണ്ടാക്കണമെന്നില്ല, നിങ്ങൾക്ക് അടയായിട്ട് ഇത് ഉണ്ടാക്കുക. എന്ത് വന്നാലും ഇത് അടിപൊളി ടേസ്റ്റാണ്. മീൻ പെരക്കുമ്പോൾ തന്നെ ഞാൻ തലയും വാലും എടുത്ത് മാറ്റി വെച്ചാൽ അത് നമുക്ക് മസാലയിലോട്ട് ഇടണം. ബാക്കിയുള്ളതെല്ലാം പെരക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ നെയ്യൊന്ന് ഉരുകട്ടെ, നമുക്ക് അതിലേക്ക് മീൻ പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. മാവിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചരി വേണം. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് പുതിർത്തി വെക്കുന്നത്. ഇത് ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഈ പച്ചരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് 1 അവറാണ് ഇതിൻ്റെ സമയം. മീനാടെ സൈഡിൽ നിന്ന് പൊരിയുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി പച്ചരി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറെ ബൗളിലേക്ക് 2 കപ്പ് ഒറോട്ടീൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. റൈസ് പൗഡർ, ഞാനിവിടെ അജ്മീൻ്റെ റൈസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിലാണെങ്കിൽ എനിക്ക് ആമീസ് പൊടി കുറച്ചും കൂടി ഇഷ്ടം. അത് ഇവിടെ കിട്ടൂല, അതുകൊണ്ട് ഞാൻ അജ്മീൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഉമ്മപ്പ് പറയാൻ അടുക്കള കയറ്റി എനിക്ക് 2 പണിയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ ഒപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ 2 കപ്പ് റൈസ് പൗഡർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആമീസിൻ്റെ പൊടിയാണെങ്കിൽ നമുക്ക് പച്ചവെള്ളത്തിൽ എളുപ്പം കുഴച്ചെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ പൊടിയെല്ലാം ആകുമ്പോൾ നമ്മൾ ഉപ്പിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പച്ചരി അവിടെ നിന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മാവ് ഇടുന്ന് തണിയും ചെയ്യും. അതുകൊണ്ട് പ്രശ്നമില്ല. തണിയാൻ മീൻസ് അത് ചൂടാറിക്കൊണ്ടിരിക്കും. അപ്പം പിന്നെ നമുക്ക് ടൈം ബാലൻസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. നല്ലോണം പതക്കുന്നതുകൊണ്ട് തന്നെ സ്പൂണ് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. കൈയൊന്നും പൊള്ളാതെ സൂക്ഷിക്കുക. നല്ലോണം മാവ് കുഴക്കാൻ എല്ലാവർക്കും അറിയില്ല, അപ്പോൾ അതുപോലെ ചെയ്യുക. ഇനി പൊരിഞ്ഞ മീനെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് പണ്ടം ഉണ്ടാക്കാം. അതിനും വേണ്ടിയിട്ട് 1.5 കപ്പ് തേങ്ങയിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ ചെറിയ ജീരകം 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ടിട്ട് നല്ലോണം കുഴച്ചിട്ട് ഇതിനെ മാറ്റി വെക്കാം. ഇത് 6 ഒറോട്ടീൻ്റെ അളവാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ തേങ്ങ കൂടുതൽ എടുക്കുന്നെങ്കിൽ ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം കൂടുതലെടുത്തോ. അതിലേക്ക് 1/2 കഷ്ണം വലിയ ഉള്ളീൻ്റെ പകുതിയും കൂടി ഇടണേ. എന്നിട്ട് ഇതെല്ലാം കുഴച്ചിട്ട് നമ്മൾ മിക്സി ജാറിൽ ഇട്ടിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ അരച്ചെടുക്കണം. ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വേണം ഇതിന്, അല്ലെങ്കിൽ വെള്ളം കയറിയിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാം ആ ബുദ്ധിമുട്ടെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം അല്ലെങ്കിൽ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ വേണം നിങ്ങളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പൊരിച്ച മീനിൽ അതേ പാനിൽ തന്നെയാണ് ഗ്രേവി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് നെയ്യെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുഞ്ഞുള്ളി ഒന്നിച്ച് ചതച്ചത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് നല്ലോണം വഴറ്റി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. കുറച്ചൊരു പച്ചമണം പോയാൽ മതി, അല്ലെങ്കിൽ കുറേ നേരം ഒന്ന് ഇട്ടിട്ട് വഴറ്റിട്ട് അതിനെ കരിയിച്ച് വെക്കരുത്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങേൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല തിക്കായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ 1/2 കപ്പും കൂടെ വെള്ളം ആ മിക്സി ജാറിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം കുലുക്കിയിട്ട് സെയിം പാനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലോണം ഇളക്കിയിട്ട് 1 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇത് ഒരു 2 മിനിറ്റോളം അടച്ച് വെക്കുക. അടച്ച് വെക്കണം, കാരണം തേങ്ങയ്ക്ക് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ കയ്യിൽ മുഖത്തൊന്നും ആകാതിരിക്കുക ഇത് കുറച്ച് നേരം അടച്ച് വെക്കുക.
2 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച വാലും തലയിലും അതിൻ്റെ അകത്ത് ഇടുക. കാരണം ആ മിക്സിന് ഒരു മീനിൻ്റെ ഫ്ലേവർ വരാനും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ പച്ചമുളക് ഇടണം. ഞാൻ ഇടാൻ മറന്നുപോയി, കാരണം എൻ്റെ മക്കൾക്ക് അത്ര എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇടാനത്. ഇതിൽ പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. ഇനി അത് അവിടെ അടച്ചു വെക്കുക. 5 മിനിറ്റോളം ചെറുതീയിലിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് മാവിനേക്കുള്ള അരി അരച്ചെടുക്കുക. ഇവിടെ പച്ചരിയിലോട്ട് ഞാൻ 1.5 കപ്പ് തേങ്ങയും 2 ടേബിൾ സ്പൂൺ നിറച്ചു ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ പിന്നെ വലിയ ജീരകവും ഒരു 5-8 ചെറിയ കുഞ്ഞുള്ളി ഞാനിവിടെ ഫ്രോസണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം കറി പോലെ ആവരുത്. ഇതും ചെറിയ തിക്കായിട്ട് വേണം, തരിതരിപ്പോടെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, നമ്മുടെ മാവ് ഇവിടെ നല്ലോണം തണുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മിക്സ് ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവിനെ നല്ലോണം കുഴച്ചെടുക്കണം. ഈവനായിട്ട് കുഴച്ചെടുക്കണം, നല്ലപോലെ കുഴച്ചെടുക്കണം. 5 മിനിറ്റ് സമയം എടുത്താലും സാരമില്ല, നല്ലോണം കുഴച്ചെടുത്തോ. ഇനി കുഴച്ചെടുത്ത മാവിന് ഒരു പ്ലേറ്റ് വെച്ചോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ ഫോയിൽ എന്തെങ്കിലും വെച്ച് നിങ്ങളൊന്ന് അടച്ച് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിപ്പോവും മാവ്. അതുകൊണ്ട് അതിനൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഗ്രേവി അപ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സ്മെല്ലെല്ലാം ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ തക്കാളി ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ജിഞ്ചർ ഗാർലിക് ഇട്ട സമയത്ത് അത് മൂക്കുമ്പോൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ ക്യാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് അവസാനമാണ് ആഡ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് ഒരു ചെറിയൊരു പുളി ടേസ്റ്റ് വേണം. പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടില്ല. അതും കൂടെ ഉണ്ടെങ്കിൽ സംഭവം പൊളിക്കും. ഇനി നിങ്ങളോട് ഞാനൊരു സീക്രട്ട് പറയാം. ഈ സെയിം മാവ് വെച്ചിട്ട് നമുക്ക് കക്കറോട്ടിയും പുഴുങ്ങൽ റോട്ടിയും പിന്നെ നെയ്പ്പത്തിലൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എളുപ്പമാണ്. ഈ വീഡിയോ കാണുന്ന പോലെ ഒന്നുമല്ല. ആദ്യത്തെ ലേശം മെനക്കേടുണ്ടെങ്കിലും പിന്നെ അതിനൊരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം എളുപ്പമാണ്. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് നല്ല കുറവേനു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് തലശ്ശേരി ഫുഡിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി ആണെങ്കിലും കമൻറ്റ് ചെയ്തു. ഞാൻ തീർച്ചയായിട്ടും എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ റെസിപ്പി തന്നെ ഷെയർ ആക്കും. ഇനി ഇതെല്ലാം സൈഡിലോട്ട് മാറ്റി വെച്ച് ഇനി നമുക്ക് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാം. രാവിലത്തെ ഉച്ചക്കത്തെ ആയിട്ട് കുറേ പാത്രങ്ങൾ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്ക് സമാധാനമായിട്ട് പത്തിൽ ചുടണമെങ്കിൽ എൻ്റെ ചുറ്റും നല്ല വൃത്തിയായിട്ടുണ്ടാകണം. ആദ്യം ഫുഡ് ഉണ്ടാക്കലേനും മെനക്കേട്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പാത്രം കാലെല്ലാം പിന്നാക്കാന്നും പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഫോണും നോക്കി പോയി ഇരിക്കുന്ന സ്വഭാവമെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം മാറിപ്പോയി. ഈ ഒരു സ്വഭാവം നമുക്ക് എന്നെ പുരക്കുന്ന കിട്ടിയേട്ടാ. എൻ്റെ ഉമ്മയും ഉമ്മാൻ്റെ അനിയത്തിയെല്ലാം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ കുക്ക് ചെയ്ത് എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് അടുക്കളയെല്ലാം വൃത്തിയാക്കിയിട്ട് സമാധാനമായിട്ട് തിന്നുന്നതാണെങ്കിൽ ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മാറ്റത്തിനപ്പുറം എനിക്കിത് നല്ലൊരു പോസിറ്റീവ് എനർജിയും കൂടെയാണ്. അപ്പോൾ എൻ്റെ റൂട്ടീനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ ഇത് സഹായിക്കുന്നുമുണ്ട്. മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വീടും വർക്കും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയതിൻ്റെ ബുദ്ധിമുട്ടും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ അനുഭവങ്ങളും കൂടെ നമുക്ക് പാടായിട്ട് വരുമ്പോഴാണ് നമ്മുടെ ജീവിതം കുറച്ചും കൂടെ അടിപൊളിയാകുന്ന എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ലൈഫ് ഇങ്ങനെ 100% ഹാപ്പിനെസ്സിൽ തന്നെ ഓടണമെന്ന് ചിന്തിക്കുന്നതാണ് മണ്ടത്തരം. ഇടയ്ക്ക് വരുന്ന ചീറ്റലും പൊട്ടലൊക്കെയാണ് ജീവിതത്തെ കൂടുതലും മനോഹരമാക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലൈഫിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് കാണാൻ തുടങ്ങിയതും ഞാൻ എൻ്റെ 30 വയസ്സിന് ശേഷം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പീൻ്റെ ബാക്കി കാണണ്ടേ. അങ്ങനെ നമ്മുടെ ഇത് മസാല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലുള്ള തലയും വാലയിൽ നിന്നുള്ള മുള്ളെല്ലാം വേർതിച്ച് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ അടുപ്പത്ത് നമുക്ക് വണ്ടിയമ്പ് വെക്കാം. നമ്മുടെ നാട്ടിൽ വണ്ടിയമ്പ് എന്ന് പറയുമ്പോൾ ആവിച്ചമ്പെന്ന് അപ്പച്ചമ്പെന്ന് എന്നും ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ വെള്ളം ഒഴിച്ച് അത് അവിടെ ചെറു തീയിൽ മാറ്റി വെക്കാം. ഞാനിവിടെ ഫോയിലാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വാഴച്ചപ്പിലാണ് സാധാരണ ഉണ്ടാക്കൽ. പക്ഷെ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഫോയിൽ എടുത്തിനെ. ഇനി നിങ്ങളുടെ അടുത്ത് അതുമില്ല ബേക്കിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി. ഫോയിലിൽ നല്ലോണം എണ്ണ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇതൊരു നാരങ്ങൻ്റെ വലുപ്പത്തിൽ നമ്മളതിന് ഉരുളയാക്കിയിട്ട് കയ്യിലും ലേശം എണ്ണ ആക്കിയിട്ട് വേണം നമ്മളിത് റൗണ്ടിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഷേപ്പിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ബേജാറാണ്ട്, നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെല്ലാം കൊടുക്കാൻ പറ്റും. ഞാൻ ഇതിനപ്പോൾ ഒരു കൂട്ടിക്കൈക്കല് തലേന്നത്തെ വറ്റിച്ച മുളകട്ടെ അല്ലെങ്കിൽ നാരങ്ങ അച്ചാർ അങ്ങനെയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടേസ്റ്റ്. പക്ഷേ ഇവിടുത്തെ എൻ്റെ ഫാമിലിക്കെല്ലാം അതിങ്ങനെ ഇങ്ങനെ ചൂടോടെ തിന്നാനാണ് ഭയങ്കര ഇഷ്ടം.
അങ്ങനെ പരത്തി വെച്ചിട്ട് അത് മാറ്റി വെക്കുക. അതിൻ്റെ മേലെയാണ് നമ്മൾ പണ്ടം ഇട്ട് കൊടുക്കുന്നത്. അത് കുറേയൊന്നും ആക്കണ്ട, സൈഡിലൊട്ടും ആക്കണ്ട, നടുക്കാക്കിയിട്ട് നല്ലോണം പണ്ടം വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ പൊരിച്ച മീൻ, 1-2 മീൻ, നിങ്ങൾക്ക് എത്ര മീനാ തിന്നാൻ ഇഷ്ടമോ 1-2 മീൻ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇനി വേറെ ഫോയിൽ എടുത്തിട്ട് ഇതുപോലെ നല്ലോണം എണ്ണാക്കിയിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് റൗണ്ടിൽ പരത്തി കൊടുക്കുക. അതിൻ്റെ മേലെ ലേശം ഈ പണ്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി, ഇതുപോലെ വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫോയിൽ വെച്ചാണ് ഇത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഈ ഒരു മാവ് കൊണ്ട് ഞാൻ 6 പുഴുങ്ങൽ റൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഹെവി ആയിട്ടുള്ള പുഴുങ്ങൽ റൊട്ടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 8 വരെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു മെഷർമെൻറ്റിൽ. അടുക്കളയിലെ കുക്കിങ്ങും ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ഇതുപോലെ പഴയൊരു മൂവി അവിടെ പ്ലേ ചെയ്ത് വെക്കും. കാരണം എനിക്കത് കുറച്ച് ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഉണ്ടാവും വീഡിയോ കോളിൽ. എൻ്റെ ജോലിയൊക്കെ തീരുന്നവരെ ഉമ്മയായിട്ട് സംസാരിച്ചിരിക്കും. ഇനി നല്ല ഷേപ്പെല്ലാം കൊടുത്തിട്ട് നമുക്കൊരു 20 മിനിറ്റ് ആവി ചെമ്പിൽ നല്ലോണം ആവി കയറ്റിയെടുക്കുക. 20 മുതൽ 25 മിനിറ്റ് വരെ നിങ്ങൾക്ക് വെക്കാം. ഇത് ശരിക്കും നല്ല ചൂടോട് കഴിക്കാനോ അല്ലെങ്കിൽ തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് ആവി കയറ്റി തിന്നാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. 1 ടൈം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. റെസിപ്പിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാൻ ഞാൻ റിപ്ലൈ ചെയ്യൂട്ടാ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. റെസിപ്പി വേണ്ടുന്നവർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഒരുപാട് സംസാരിച്ച് ഇനി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും.